ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കഴിഞ്ഞ LDC 2024 തിരുവനന്തപുരം അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ, അതിലെ സയൻസിലെ റിലേറ്റഡ് ഫാക്ട്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി ഇംഗ്ലീഷിന്റെയും കറണ്ട് അഫയേഴ്സിന്റെയും ഓരോ വീഡിയോ വീതം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് സയൻസും മാത്സും എല്ലാം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്: 1 മീറ്റർ ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന 0.2 kg മാസമുള്ള ഒരു ബോക്സിന്റെ സ്ഥിതികോർജം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്ഥിതികോർജം എന്ന് പറഞ്ഞാൽ എന്താ? പൊട്ടൻഷ്യൽ എനർജി അല്ലെ? അപ്പൊ പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല എന്താ? എം ഇൻറ്റു ജി ഇൻറ്റു എച്ച്. എം എന്ന് പറഞ്ഞാൽ മാസ്, ജി എന്ന് പറഞ്ഞാൽ ഭൂഗുരുത്വാകർഷണ ത്വരണം, എച്ച് എന്ന് പറഞ്ഞാൽ ദൂരം അല്ലെങ്കിൽ ഡിസ്റ്റൻസ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ മാസ് കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട് അല്ലെ? എത്രയാ? 0.2 kg ഇൻറ്റു ജി എത്രയാ? 10. ഓക്കെ, എച്ച് എത്രയാ കൊടുത്തിട്ടുള്ളത്? 1 മീറ്റർ. അപ്പൊ ആൻസർ എത്ര വരും? 0.2 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് ഒരു പ്ലേസ് ഇങ്ങോട്ട് നീങ്ങും അല്ലെ? അപ്പൊ 2 കിട്ടും. 2 ഇൻറ്റു 1 2 ജൂളാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. പ്രത്യേകം നോട്ട് ചെയ്യുക, എനർജിയുടെയും വർക്കിന്റെയും യൂണിറ്റ് ജൂൾ ആയിരിക്കും കേട്ടോ. ഇനി ഇനി അവിടെ തന്നെ നമ്മൾ പഠിക്കേണ്ട വേറൊരു പോയിന്റ് ഉണ്ട്. അതായത് ഈ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് സ്കെയിലർ ആണോ വെക്റ്റർ ആണോ? സ്കെയിലർ എന്ന് പറഞ്ഞാൽ എന്താ? അദിശ. അദിശ എന്ന് പറഞ്ഞാൽ എന്താ? ദിശയില്ല അല്ലെ? ഡയറക്ഷൻ ഇല്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, അളവ് മാത്രമേ ഉള്ളൂ അല്ലെ? ആ ദിശയില്ല എന്നുള്ളത് ഓർത്തു വയ്ക്കാം. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് അതിശയാണ് കേട്ടോ, സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. അവിടെ ഒരു പ്രത്യേക ഒരു ഡയറക്ഷനെ കുറിച്ചോ വല്ലതും പറയുന്നുണ്ടോ? ഇല്ല. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് അതിശയാണെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കാം. പൊട്ടൻഷ്യൽ എനർജിയുടെ യൂണിറ്റ് എന്താ? ജൂൾ ആണ് അല്ലെ? കൈനറ്റിക് എനർജിയുടെ യൂണിറ്റ് എന്താ? ജൂൾ ആണ്. ഓക്കെ, SCERT ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഒരു ബോക്സ് നമുക്ക് നോക്കാം. ഒരു വസ്തുവിൽ സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജം. അതിന്റെ പൊസിഷൻ കാരണം ഉണ്ടാവുന്ന ഒരു എനർജിയാണ് സ്ഥിതികോർജം. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ഉയരം കൂടുന്നതനുസരിച്ച് ഒരു വസ്തുവിന്റെ സ്ഥിതികോർജം കൂടും. ഈ പറയുന്നത് ശരിയാണോ? ശരിയാണ് അല്ലെ? കാരണം നമ്മൾ പറഞ്ഞു പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ സ്ഥിതികോർജം എന്ന് പറഞ്ഞാൽ എം ഇൻറ്റു ജി ഇൻറ്റു എച്ച് ആണ്. ദൂരം കൂടുന്ന അനുസരിച്ച് അല്ലെങ്കിൽ ഹൈറ്റ് കൂടുന്ന അനുസരിച്ചിട്ട് പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ സ്ഥിതികോർജം കൂടും. ഇപ്പൊ ഞാനൊരു ബോള് മുകളിലേക്ക് എറിയാന്ന് വിചാരിച്ചോ. അപ്പൊ ബോൾ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓരോ പോയിന്റിൽ എത്തുമ്പോഴും അതിന്റെ എന്താ? സ്ഥിതികോർജം കൂടി വന്നുകൊണ്ടിരിക്കുക. കാരണം ഡിസ്റ്റൻസ് കൂടുകയാണ് അല്ലെ? ഹൈറ്റ് കൂടുകയാണ്, അതനുസരിച്ചിട്ട് സ്ഥിതികോർജം കൂടുകയാണ്. അപ്പൊ ബോൾ ഒരു സ്ഥലത്ത് എത്തിയിട്ട് അതിനുശേഷം തിരിച്ചിങ്ങോട്ട് വരില്ലേ? അപ്പൊ ആ എത്തണ പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിലായിരിക്കും സ്ഥിതികോർജം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം. കാരണം അത്രയും ദൂരം അല്ലെ, ഡിസ്റ്റൻസ് ഏറ്റവും കൂടുതൽ ഈ ഒരു പോയിന്റിലായിരിക്കും. അപ്പൊ ഈ ഒരു പോയിന്റിലായിരിക്കും പൊട്ടൻഷ്യൽ എനർജി മാക്സിമം. ഇതൊരു 100 മീറ്റർ ആണെന്ന് വിചാരിച്ചോ. അപ്പൊ ഈ 100 മീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും പൊട്ടൻഷ്യൽ എനർജി മാക്സിമം. അപ്പൊ ആ ഒരു പോയിന്റിൽ നമ്മുടെ കൈനറ്റിക് എനർജി എങ്ങനെയായിരിക്കും? കൈനറ്റിക് എനർജി മിനിമം ആയിരിക്കും. ഒരെണ്ണം മാക്സിമം, ഒരെണ്ണം മിനിമം. അങ്ങനെയായാലല്ലേ നമ്മുടെ ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആവുള്ളൂ അല്ലെ? ടോട്ടൽ എനർജി എപ്പോഴും കൺസേർവ്ഡ് ആയിരിക്കണം. മനസ്സിലായോ? ഇനി അപ്പൊ നമ്മുടെ ബോൾ 100 മീറ്റർ സഞ്ചരിച്ചിട്ട് പിന്നെ മോളിൽ നിന്ന് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചോ. അപ്പൊ മോളിൽ നിന്ന് താഴത്തേക്ക് വരുന്ന അനുസരിച്ചിട്ട് എന്ത് പറ്റും? ഇപ്പൊ ഈ ഒരു പോയിന്റിൽ എത്തിയെന്ന് വിചാരിച്ചോ. അപ്പൊ പൊട്ടൻഷ്യൽ എനർജിക്ക് എന്ത് പറ്റും? ഈ ഗ്രൗണ്ട് തൊട്ട് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറവാണ് അല്ലെ? ഈ ഒരു ഡിസ്റ്റൻസ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് കുറവല്ലേ? അപ്പൊ മോളിൽ നിന്ന് താഴത്തേക്ക് വരുന്ന അനുസരിച്ചിട്ട് പൊട്ടൻഷ്യൽ എനർജി കുറയും, കൈനറ്റിക് എനർജി കൂടും അല്ലെ? എന്നിട്ട് നമ്മുടെ ഗ്രൗണ്ടിൽ തൊടുന്നേക്കാളും തൊട്ട് മുമ്പത്തെ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ ഒരു പോയിന്റിൽ കൈനറ്റിക് എനർജി മാക്സിമം ആയിരിക്കും, പൊട്ടൻഷ്യൽ എനർജി ഏറ്റവും മിനിമം ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ നമ്മുടെ ടോട്ടൽ എനർജി എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ? അപ്പൊ ഈ ഒരു പോയിന്റ് എല്ലാവരും പഠിച്ചോ? നമ്മളൊരു ബോൾ മുകളിലോട്ട് എറിയണ സമയത്ത് പൊട്ടൻഷ്യൽ എനർജി കൂടി കൂടി വരുന്നു. മാക്സിമം ഡിസ്റ്റൻസിൽ എത്തിക്കഴിയുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം, കൈനറ്റിക് എനർജി മിനിമം. നേരെ മറിച്ച് ബോൾ മുകളിൽ നിന്ന് താഴത്തേക്ക് വരുന്ന അനുസരിച്ചിട്ട് എന്ത് പറ്റും? കൈനറ്റിക് എനർജി കൂടി കൂടി വരുന്നു, പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഓക്കെ, ലാസ്റ്റ് പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ കൈനറ്റിക് എനർജി മാക്സിമം, പൊട്ടൻഷ്യൽ എനർജി മിനിമം. ഇനി നമ്മുടെ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഗതികോർജത്തിന്റെ ഇക്വേഷൻ പഠിച്ചു വെക്കാം. ഹാഫ് mv². എന്താണ് ഹാഫ് mv²? അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി സ്കെയിലർ ആണോ വെക്റ്റർ ആണോ? എന്തായിരിക്കും കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജിയും സ്കെയിലർ ആണ്. സ്കെയിലർ എന്ന് പറഞ്ഞാൽ അതിശ അല്ലെ? അതിശ, മലയാളം അറിഞ്ഞു വെച്ചേക്കണേ, അതിശ അളവാണ്. അപ്പൊ അതിനകത്തും ഈ പറഞ്ഞ പോലെ ദിശ പറയുന്നില്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, അളവ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല. അങ്ങനെ പറയുന്ന ക്വാണ്ടിറ്റീസ് ആണ് സ്കെയിലർ ക്വാണ്ടിറ്റി.
അപ്പൊ വേണമെങ്കിൽ പലരും വിചാരിക്കാം ഇവിടെ വെലോസിറ്റി ഉണ്ടല്ലോ, അല്ലെ? അപ്പൊ വെലോസിറ്റിക്ക് ഡയറക്ഷൻ ഉണ്ടല്ലോ, പിന്നെ എങ്ങനെയാ നമ്മുടെ കൈനറ്റിക് എനർജി അതിശയായത് എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷെ വെലോസിറ്റിയുടെ സ്ക്വയർ ആണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്തായിരിക്കും? അത് അതിശ അളവായിട്ട് മാറും കേട്ടോ, സ്കെയിലർ ക്വാണ്ടിറ്റി ആയിട്ട് മാറും. പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിലും കൈനറ്റിക് എനർജി ആണെങ്കിലും അതിശ അളവാണെന്നുള്ള കാര്യം ഓർത്തു വെക്കാം. ഇനി അടുത്ത പോയിന്റ് PSC യിൽ സ്ഥിരം ചോദിക്കാറുള്ള ഒരു ടൈപ്പാണ് കേട്ടോ. ഇപ്പൊ കൈനറ്റിക് എനർജിനകത്തുള്ള വെലോസിറ്റി, അല്ലെ, പ്രവേഗം, വെലോസിറ്റി ഡബിൾ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ കൈനറ്റിക് എനർജിക്ക് എന്ത് സംഭവിക്കും? ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ എങ്ങനെ ആൻസർ ചെയ്യുക? നിങ്ങൾ ഈ ഒരു ഇക്വേഷനകത്തുണ്ടല്ലോ, ഈ വെലോസിറ്റിനെ മാത്രം നോക്കിയാൽ മതി കേട്ടോ. വെലോസിറ്റിനെ മാത്രം നോക്കുക. അപ്പൊ വെലോസിറ്റി ഡബിൾ ആയി കഴിഞ്ഞാൽ, അല്ലെ, അപ്പൊ വെലോസിറ്റിക്ക് വരെ എങ്ങനെ കൊടുക്കണം? 2v എന്ന് പറഞ്ഞു കൊടുക്കണം. വെറുതെ v എന്ന് പറഞ്ഞാൽ 1v ആണ് അർത്ഥം. അപ്പൊ ഡബിൾ ആവാന്ന് പറഞ്ഞാൽ 2v. 2v ദി ഹോൾ സ്ക്വയർ 4v² എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ എന്തായിരിക്കും? 4 തവണയായിരിക്കും. ഓക്കെ, 4 ടൈംസ് ആയിരിക്കും കൈനറ്റിക് എനർജി. ഇനി അതേപോലെ വെലോസിറ്റി 3 ടൈംസ് ആണെങ്കിൽ, 3 ഇരട്ടിയാണെങ്കിൽ കൈനറ്റിക് എനർജിക്ക് എന്ത് പറ്റും? v² മാത്രം നോക്കിയാൽ മതി. എത്രയായിരിക്കും? 9 ആയിരിക്കും. പ്രവേഗം എന്ന് പറയുന്നത് 4 ആണെങ്കിലോ, 4 ഇരട്ടിയാണെങ്കിലോ കൈനറ്റിക് എനർജിക്ക് എന്ത് പറ്റും? 4² 16 ആവും. വെലോസിറ്റി 5 ആണെങ്കിലോ കൈനറ്റിക് എനർജി ഇത്രയായിരിക്കും? 5² 25 ആവും. ഇനി അതേപോലെ തന്നെ കൈനറ്റിക് എനർജിക്ക് വേറൊരു ഇക്വേഷനും കൂടി ഉണ്ട്, p²/2m. ഈ p എന്ന് പറയുന്നത് മൊമെന്റം ആണ്, അല്ലെങ്കിൽ ആക്കമാണ് കേട്ടോ, ആക്കം. ഇനി നമ്മുടെ ചോദ്യം എങ്ങനെയാന്ന് വിചാരിച്ചോളൂ. ആക്കം ഇരട്ടിച്ചു കഴിഞ്ഞാൽ, ഡബിൾ ആയി കഴിഞ്ഞാൽ കൈനറ്റിക് എനർജിക്ക് എന്താ സംഭവിക്കുക? ആക്കത്തിന്റെ സ്ക്വയർ ആണ് കൈനറ്റിക് എനർജി, അല്ലെ? അപ്പൊ ആക്കം ഡബിൾ ആയി കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാ? 2p ദി ഹോൾ സ്ക്വയർ. ഇത് മാത്രം നോക്കിയാൽ മതി കേട്ടോ, നിങ്ങൾ താഴത്തെയുള്ള ആൾക്കാരെ ഒന്നും നോക്കണ്ട. 2p ദി ഹോൾ സ്ക്വയർ. അപ്പൊ 2² 4p², അതായത് 4 ആവും, അല്ലെ? കൈനറ്റിക് എനർജി 4 തവണയാവും എന്നുള്ള കാര്യം ഓർക്കാം. ഇനി നമ്മുടെ മൊമെന്റം 3 ഇരട്ടിയായി കഴിഞ്ഞാലോ കൈനറ്റിക് എനർജിക്ക് എന്ത് പറ്റും? 9 ആവും, അല്ലെ? 3² എന്ന് പറയുമ്പോൾ 9 ഇരട്ടിയാവും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. മൊമെന്റം 4 തവണയായിട്ടുണ്ടെങ്കിലോ കൈനറ്റിക് എനർജിക്ക് എന്ത് വ്യത്യാസം വരിക? 4² 16 ആവും നമ്മുടെ കൈനറ്റിക് എനർജി എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ കൈനറ്റിക് എനർജിക്ക് 2 ഇക്വേഷൻ ഉണ്ട്. കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഗതികോർജം എന്ന് പറഞ്ഞാൽ ½ ആണ്. അതേപോലെ തന്നെ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഗതികോർജം എന്ന് പറഞ്ഞാൽ p²/2m. p എന്ന് പറഞ്ഞാൽ എന്താ? p എന്ന് പറഞ്ഞാൽ മൊമെന്റം. മൊമെന്റം ശരിക്കും പറഞ്ഞാൽ എന്തിനൊക്കെയാ ഡിപ്പെൻഡ് ചെയ്യുന്നത്? മാസ് ഇൻറ്റു വെലോസിറ്റി, അല്ലെ? മൊമെന്റം ഇരട്ടിച്ചു കഴിഞ്ഞാലോ കൈനറ്റിക് എനർജി 4 ആവും. മൊമെന്റം 3 ആയി കഴിഞ്ഞാലോ, 3 ടൈംസ് ആണെങ്കിലോ കൈനറ്റിക് എനർജി 9 ആവും, അല്ലെ? കാരണം മൊമെന്റം സ്ക്വയർ ആണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഇനി വേണമെങ്കിൽ നമ്മുടെ എനർജിയുടെ MLT ഫോം ചോദിക്കാം. ഓക്കെ, MLT അതെങ്ങനെയാ നമ്മൾ എഴുതുക? അപ്പോൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു എനർജി എടുത്തോളൂ. പൊട്ടൻഷ്യൽ എനർജി എടുക്കുകയാണെങ്കിൽ m × g × h. m എന്ന് പറഞ്ഞാൽ മാസ് ആണ്, അല്ലെ? അപ്പൊ kg. ഇനി g എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ എന്താ? m/s². h എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ആണ്, അതായത് മീറ്റർ ആണ്. അപ്പൊ എങ്ങനെ കിട്ടും? kg m²/s². ഇതിനെങ്ങനെ എഴുതാം? MLT എന്ന് കൊടുത്തിട്ട് m എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ആണ്. അപ്പൊ ഇവിടെ kg 1 അല്ലേ ഉള്ളൂ, അപ്പൊ 1. L എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്. ഇവിടെ ലെങ്ത് എത്രയാ? m² ആണ്, അല്ലെ? അപ്പൊ ഇവിടെ 2. പിന്നെ ഇവിടെ ടൈം ആണ്. ടൈം എന്ന് പറയുമ്പോൾ /s². താഴെയാണ് 2 വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഇവിടെ -2 എന്ന് പറഞ്ഞു കൊടുക്കണം. മനസ്സിലായോ? /s² ആണെങ്കിൽ താഴെയാണ് ആണെങ്കിൽ എന്ത് ചെയ്യണം? മോളിൽ ഒരു മൈനസും കൂടെ ചേർത്ത് പറയാം. ഇവിടെ 2 ആയതുകൊണ്ട് -2. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായിട്ടുള്ള പ്രകാശ പ്രതിഭാസം ഏതാണ്? ഏതാണ് ആൻസർ വരുന്നത്? അപവർത്തനം, അല്ലെ? റിഫ്രാക്ഷൻ ആണ്. അപവർത്തനം റിഫ്രാക്ഷൻ ആണ്. അപ്പൊ എന്താണ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ? ലൈറ്റ് ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് മാറുമ്പോൾ അതിന്റെ പാതയിൽ നിന്ന് അത് വ്യതിചലിക്കും. മനസ്സിലായോ? ലൈറ്റ് ശരിക്കും പറയുകയാണെങ്കിൽ സ്ട്രെയിറ്റ് പാത്തിലാണ് പോകുന്നത്. പക്ഷെ ഒരു മാധ്യമത്തിൽ നിന്ന് വേറൊരു മാധ്യമത്തിലേക്ക് മാറുമ്പോൾ അതിന്റെ പാതയിൽ നിന്ന് അത് വ്യതിചലിക്കും. അതിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് കാരണം നമുക്ക് പലതും ഇങ്ങനെ തോന്നുന്ന പോലെ തോന്നും. അതായത് നക്ഷത്രങ്ങൾ മിന്നുന്നത് പോലെ തോന്നും, അല്ലെങ്കിൽ കുളത്തിനൊക്കെ ചിലപ്പോൾ നല്ല ആഴമുള്ള പോലെ തോന്നും, അല്ലെങ്കിൽ പെൻസിലൊക്കെ നമ്മൾ ഈ വെള്ളത്തിൽ ഇങ്ങനെ മുക്കി വെച്ച് കഴിയുമ്പോൾ അതിങ്ങനെ ബെൻഡ് ചെയ്ത പോലെ തോന്നും. മനസ്സിലായോ? അപ്പൊ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപവർത്തനത്തിന്റെ കേസിൽ വരുന്നത്. ഇനി അടുത്ത് നോക്കാം, എന്താണ്
വിസരണം. വിസരണം എന്ന് പറഞ്ഞാൽ എന്താ? വിസരണം എന്ന് പറഞ്ഞാല് അന്തരീക്ഷ വായുവിൽ ഈ പൊടിപടലങ്ങളിലൊക്കെ തട്ടിയിട്ടുണ്ടല്ലോ, പ്രകാശത്തിന് ഉണ്ടാവുന്ന ഭാഗികമായിട്ടുള്ള പ്രതിഫലനമാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിസരണം എന്ന് പറയുന്നത്. ഓക്കെ. ആകാശത്തിന്റെ നീല നിറത്തിനുള്ള കാരണം എന്താ? സ്കാറ്ററിംഗ് ആണ്. ഓക്കെ. അതേപോലെ തന്നെ കടലിന്റെ നീല നിറത്തിനുള്ള കാരണം സ്കാറ്ററിംഗ്. രാവിലെയും സന്ധ്യയ്ക്കും സൂര്യൻ ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നത് എന്തുകൊണ്ടാ? വിസരണം കാരണമാണ്. ഓക്കെ. അപ്പൊ ഈ ആകാശത്തിന്റെ നീല നിറം കണ്ടുപിടിച്ചിട്ടുള്ള ശാസ്ത്രജ്ഞൻ ആരാ? അത് റെയ്ലെയാണ് അല്ലെ? റെയ്ലെയാണ്. കടലിന്റെ നീല നിറം പറഞ്ഞിട്ടുള്ളത് ആരാ? CV രാമനാണ്. കടൽ എന്ന് പറയുമ്പോൾ സി അല്ലേ? അപ്പൊ അങ്ങനെ നമുക്ക് CV ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം. CV രാമനാണ് കടലിന്റെ നീല നിറത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. CV രാമനാണ്. ഓക്കെ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കാം. അപ്പൊ വിസരണം പഠിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ വികിരണം. വികിരണം എന്ന് പറഞ്ഞാൽ എന്താ? മാറിപ്പോവരുത്. വികിരണം എന്ന് പറഞ്ഞാല് എന്താണ്? കിരണം എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാലോ റേഡിയേഷൻ ആണ് കേട്ടോ. ഇത് തമ്മിൽ മാറിപ്പോരുത്. വിസരണം എന്ന് പറഞ്ഞാൽ സ്കാറ്ററിംഗ്, വികിരണം എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ. അപ്പൊ പ്രകീർണനം എന്ന് പറഞ്ഞാൽ ഡിസ്പേർഷൻ ആണ് കേട്ടോ. ഇനി മഴവില്ല് നടക്കുന്ന പ്രതിഭാസങ്ങൾ ഏതൊക്കെയാന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രകീർണനം നടക്കുന്നുണ്ട്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആയിട്ടുള്ള പൂർണ്ണ ആന്തരിക പ്രതിഫലനം നടക്കുന്നുണ്ട്, അതേപോലെ തന്നെ റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം നടക്കുന്നുണ്ട്. ഇത് മൂന്നെണ്ണവും നടക്കുന്നുണ്ട്. പക്ഷെ ഈ മൂന്നെണ്ണവും കൊടുത്തിട്ട് ഇതിനകത്ത് ഏതാണ് ശരിയെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രകീർണനം പറയണം, ഡിസ്പേർഷൻ പറയണം. ഓക്കെ. ഇനി 3 ഓപ്ഷൻസും 4ാമത്തെ ഓപ്ഷനായിട്ട് ഇവയെല്ലാം എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇവയെല്ലാമാണ് ആൻസർ. മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പോ മഴവില്ല് നടക്കുന്ന പ്രതിഭാസം ചോദിക്കുകയാണെങ്കിൽ പ്രകീർണനം. ഇത് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഓർത്തോളൂ. നമ്മുടെ പ്രകൃതിയിലുള്ള ഒരു കാര്യമാണ് ഈ മഴവില്ല് അല്ലെ? അപ്പൊ അങ്ങനെ പ്രകൃതി അല്ലെങ്കിൽ പ്രകീർണനവുമായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. ഡിസ്പേർഷൻ ആണ് ഡിസ്പേർഷൻ. അപ്പൊ വിസരണം എന്ന് പറഞ്ഞാൽ സ്കാറ്ററിംഗ് ആണ്, വികിരണം എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ ആണ്, അപവർത്തനം എന്ന് പറഞ്ഞാൽ റിഫ്രാക്ഷൻ ആണ്, പൂർണ്ണ ആന്തരിക പ്രതിഫലനം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇനി ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ കേസ് പറയുമ്പോൾ നമ്മൾ എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്? ഒപ്റ്റിക്കൽ ഫൈബറിൽ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അതേപോലെ തന്നെ ഡയമണ്ട്, എൻഡോസ്കോപ്പി ഇതിലൊക്കെ യൂസ് ചെയ്യുന്നത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ ഒരു ഫിനോമിന ആണ് കേട്ടോ. അടുത്ത ചോദ്യം, ഫാരൻഹീറ്റ് സ്കെയിലിൽ 32 ഡിഗ്രി ഫാരൻ താപനിലയ്ക്ക് തുല്യമായിട്ടുള്ള സെൽഷ്യസ് സ്കെയിലിലെ താപനിലയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. ഫാരൻഹീറ്റ് സ്കെയിലിൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയ്ക്ക് തുല്യമായിട്ടുള്ള സെൽഷ്യസ് സ്കെയിലിലെ താപനില എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഫോർമുലയുണ്ട്. എന്താണ് സെൽഷ്യസും ഫാരൻഹീറ്റും തമ്മിലുള്ള ആ ഒരു ഫോർമുല എന്താ? എല്ലാവരും പഠിച്ചേക്കുക. C is equal to 5/9 into F minus 32. ഓക്കെ. ഇതെല്ലാവരും പഠിക്കുക കേട്ടോ. C is equal to 5/9 into F minus 32. അപ്പൊ ഇവിടെ ഫാരൻഹീറ്റിലെ റീഡിംഗ് എത്രയാണ് കൊടുത്തിട്ടുള്ളത്? 32 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലെ? 32 ഫാരൻഹീറ്റ്. അപ്പൊ ഇവിടെ എഫിന്റെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 32 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ 32 മൈനസ് 32 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0 കിട്ടും അല്ലെ? 0 into 5/9 എന്ന് പറയുമ്പോൾ 0 ആൻസർ ആയിട്ട് കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെൽഷ്യസ് സ്കെയിലിലെ റീഡിംഗ് എത്രയായിരിക്കും? 0 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ആൻസർ ആയിട്ട് വരും. ആൻസർ എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ്. ഇനി ഇതേപോലെ തന്നെ അറിഞ്ഞു വെച്ചേക്ക വേറൊരു ഫോർമുലയും കൂടി ഉണ്ട്. K is equal to C plus 273.15. ഓക്കെ. അപ്പോ അതായത് ഇപ്പൊ നമ്മുടെ സെൽഷ്യസ് സ്കെയിലില് 15 ആണ് റീഡിംഗ് കാണിക്കണേന്ന് വിചാരിച്ചോളൂ കേട്ടോ. 15. അങ്ങനെയാണെങ്കിൽ കെൽവിൻ സ്കെയിലിൽ എത്രയായിരിക്കും കാണിക്കുക? ഇപ്പൊ എന്ത് ചെയ്യണം? 273.15 പ്ലസ് 15 അല്ലെ? 15 അല്ലേ? അപ്പൊ എത്ര കിട്ടും? 288.15 എന്ന് പറഞ്ഞ് കിട്ടും. 288.15 അതായിരിക്കും നമ്മുടെ കെൽവിൻ റീഡിംഗ് കാണിക്കുക. അപ്പൊ ഈ ഒരു ഫോർമുലയും കൂടെ പഠിച്ചു വെച്ചേക്ക. എന്താണ് നമ്മൾ പറഞ്ഞത്? കെൽവിൻ ഇസ് ഈക്വൽ ടു C, അതായത് സെൽഷ്യസ് പ്ലസ് 273.15. അടുത്ത് നമുക്ക് എന്താണ് കേവല പൂജ്യം എന്നുള്ളത് നോക്കാം. ഒരു വസ്തുവിനെ നമ്മൾ തണുപ്പിച്ചു കൊണ്ടുവരുമ്പോൾ എന്താ പറ്റുക? അതിന്റെ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ അതിന്റെ ഗതികോർജം കുറഞ്ഞു വരും അല്ലെ? തണുപ്പ് കൂടുന്ന അനുസരിച്ചിട്ട് വെലോസിറ്റി അതിന് ചലിക്കാൻ പറ്റുന്നില്ലല്ലോ, ചലനം കുറയും. അപ്പോ തണുപ്പിക്കുന്നത് കൂടുന്ന അനുസരിച്ചിട്ട് അതിന്റെ ഗതികോർജം കുറഞ്ഞു വരും. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഈ ഗതികോർജം എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. മനസ്സിലായോ? ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഏതോ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ കൈനറ്റിക് എനർജി 0 ആയിട്ട് മാറും. ആ ഒരു ടെമ്പറേച്ചറിനെ ആണ് നമ്മൾ പറയുന്നത് കേവല പൂജ്യം. മനസ്സിലായോ? അപ്പൊ ആ കേവല പൂജ്യം എന്ന് പറയുന്നത് ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ -273.15 ആണ്. അതേസമയം കെൽവിൻ സ്കെയിലിലാണെങ്കിൽ 0 കെൽവിൻ ആണ്.
അപ്പൊ ഈ രണ്ട് വാല്യൂസ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. കേവല പൂജ്യം എന്ന് പറയുമ്പോൾ കെൽവിനിലാണെങ്കിൽ 0 കെൽവിൻ, അതേസമയം ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ -273.15. അപ്പൊ ഇതൊന്നും ഇങ്ങനെ പഠിച്ചു വെച്ചേക്കുക. കേവല പൂജ്യം കെൽവിൻ പൂജ്യം അല്ലെ, കേവല പൂജ്യം കെൽവിൻ പൂജ്യം. അപ്പൊ 0 കെൽവിൻ എന്നുള്ളത് പഠിച്ചു, അതിന്റെ കൂടെ തന്നെ -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നമ്മുടെ ചോദ്യം. കേവല പൂജ്യം എന്നറിയപ്പെടുന്ന ഊഷ്മാവ് ഏതാണ്? ഇവിടെ 0 കെൽവിൻ കൊടുത്തിട്ടില്ല അല്ലെ, അതുകൊണ്ട് തന്നെ -273 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ സയൻസിന്റെ വീഡിയോസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം, നമുക്ക് അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് വെച്ചിട്ടുള്ള വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പൊ ക്ലാസ് എങ്ങനെയാണെന്ന് എല്ലാവരും ഒന്ന് പറയാം. നമ്മുടെ സയൻസിന്റെ ഫസ്റ്റ് റിലേറ്റഡ് ഫാക്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ്സുകളൊക്കെ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ കൂടുതൽ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ, താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്.